വയനാട്ടിൽ വിജയം ഉറപ്പെന്ന് ആനി രാജ. ജനങ്ങളുടെ ആവേശമാണ് തന്റെയും ആവേശമെന്ന് വയനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജ. നിലമ്പൂർ വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ 143, 144, 146 ബൂത്തുകൾ സന്ദർശിച്ച ശേഷം നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ആദ്യ ദിവസം എന്തായിരുന്നു എന്റെ പ്രതീക്ഷ എന്നാൽ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ജനങ്ങളുടേത്. ഞാൻ ആദ്യ ദിവസം മുതൽ തന്നെ പറയുന്ന കാര്യമാണ്. അത് ഓരോ ദിവസം കഴിയും തോറും അവരുടെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ വളരെയധികം 10 മടങ്ങ് നല്ല 100 മടങ്ങ് വർദ്ധിച്ചുകൊണ്ട് ആണ് ആളുകൾ അവസാന ദിവസത്തെ പ്രചാരണത്തിന്റെ അവസാന നിമിഷം വരെയും നമ്മളെ സ്വീകരിക്കുകയും നമ്മളോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഇന്ന് വോട്ടിങ്ങിൽ ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എനിക്കുള്ളത്. ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിച്ചത് ജയിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ഇടതുപക്ഷം ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്, അതായത് രണ്ട് സെറ്റ് ഇഷ്യൂസ് ആണ്. ഒന്ന് ഈ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, രണ്ടാമത്തത് ഈ രാജ്യത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്തെ സംഘപരിവാർ ഫാസിസം അതിനെ പരാജയപ്പെടുത്തേണ്ടതിന്റെ രാഷ്ട്രീയം പറഞ്ഞു. ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ, കിറ്റിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. കിറ്റിന്റെ ആവശ്യം ഇവിടെ മാന്യമായിട്ടുള്ള വോട്ട് കിട്ടിയാലെന്ന് ഭയക്കുന്നവർക്കും അത് ഈ ജനാധിപത്യ പ്രക്രിയയോട് ബഹുമാനമില്ലാത്തവരുമാണ് അത്തരത്തിലുള്ള കിറ്റൊക്കെ കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അത് വടക്കേന്ത്യയിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന. ജനങ്ങളിൽ വിശ്വാസമില്ലാത്തവരാണ് കിറ്റുകൾ നൽകി വോട്ട് സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്നത്. ജനങ്ങളിലാണ് ഇടതുപക്ഷത്തിന്റെ വിജയമെന്നും അവർ പറഞ്ഞു. PV അൻവർ MLAയും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.